നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗ്രേസമ്മ മാമച്ചനോട് സംസാരിക്കുന്ന സമയത്ത് ഗ്രേസമ്മ അലീനയെക്കുറിച്ചുള്ള കഥകളൊക്കെ മാമച്ചനോട് പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാമച്ചൻ പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടുപ്പായി പോയി കേട്ടോ ഗ്രേസമ്മേ. ആ പാവം പെങ്കൊച്ച എത്ര മാത്രം സഹിച്ചേ. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ സഹിക്കോ? ഗ്രേസമ്മ പറഞ്ഞു, സ്വന്തം ആങ്ങളെ കസിനും കൂടെ ചേർന്നിട്ടല്ലേ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചേ. അങ്ങനെ ഒരു കഥയുണ്ട്. അതെ, അതും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് അതിനെക്കുറിച്ചുള്ള കഥകളും ഗ്രേസമ്മ പറയാം. എൻ്റെ ദൈവമേ, ഇതിനേക്കാളും ഭേദം ആ കൊച്ചവിടെ നിൽക്കാതിരിക്കുന്ന വല്ല റോഡ് പണിക്കോ എന്തിനും പോവുകയാണെങ്കിൽ ഇതിനേക്കാളും അന്തസ്സുണ്ട്. വെറുതെ എന്തിനാ ആ വീട്ടിൽ കിടന്ന് ഇത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് അവരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കുന്നത്. സ്വന്തം പെറ്റമ്മയിൽ നിന്നാണ് ഇങ്ങനൊരു തിക്താനുഭവം ആ കൊച്ചിനുണ്ടാകുന്നത്. ഗ്രേസം പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ചിലരുടെയൊക്കെ വിധി ഇതാ അല്ല ഗ്രേസമ്മേ. നമുക്കറിയാവുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരെ ആൺപിള്ളേരെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് ആ പെങ്കൊച്ചിനെ അങ്ങോട്ട് കെട്ടിച്ചുവിടായിരുന്നു. അതിന് നല്ല അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു. ഇതിനേക്കാളും 100 ഭേദം അത് തന്നെയാണ്. ഗ്രേസമ്മ അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും. ഇങ്ങനെയൊരു സംഗതിയെക്കുറിച്ച് ഗ്രേസമ്മ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം അലീന വാഷ് ചെയ്യാനുള്ള തുണിയൊക്കെ രോഹിത്തിന് മുറി നിർത്തുന്ന താഴേക്ക് വരുമ്പോൾ രോഹിത്ത് സ്റ്റെയർ കയറി അങ്ങോട്ട് വരുവാണ്. അലീനയെ കണ്ടതും പറഞ്ഞു, നീ എൻ്റെ അമ്മയോടെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? അതെ, പറഞ്ഞു കൊടുത്തു. അതിനുള്ള പണി നിനക്കിട്ട് ഞാൻ തരാടി. നീ എന്ത് ധൈര്യത്തിലാടി ഇതെല്ലാം പറഞ്ഞു കൊടുത്തേ? എൻ്റെ അമ്മയുടെ കണ്ണീര് ഞാൻ കണ്ടു. ഇത് ഞാൻ പൊറുക്കില്ല. എൻ്റെ അമ്മ കരഞ്ഞ എനിക്ക് സഹിക്കില്ല. രോഹിത്തെ, അതിനേക്കാളും കൂടുതൽ ഞാൻ കരഞ്ഞു. നിന്റെ അമ്മ കരഞ്ഞേക്കാളും കൂടുതൽ നിന്നെ ഓർത്ത് കരഞ്ഞവളാ ഞാൻ. പക്ഷെ നീ അത് കണ്ടില്ല. നീ എന്ത് കരഞ്ഞെന്നാടി പറയണേ? അതേടാ, നീ അങ്ങനെ പറയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നിനക്ക് ആയിട്ടില്ല. എന്നെങ്കിലും അത് മനസ്സിലാക്കണ സമയത്ത് നീ എന്നെ ഓർത്ത് കരയും. പിന്നെ ഓർത്ത് കരയും പോലും. അത് നീ എൻ്റെ ആരാ? ഞാനും നീ തമ്മിൽ എന്താ ബന്ധമിരിക്കുന്നത്? ഒരു ജോലിക്കാരി. എന്നിട്ട് അവളുടെ അഹങ്കാരവും. എടാ, ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു. പക്ഷെ നീ എന്നോട് സോറി, വെറുതെ എങ്കിലും ഒരു സോറി പറഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ലായിരുന്നു. പക്ഷെ അതുപോലും പറയാനുള്ള മനസ്സ് നിനക്കില്ലാതെ പോയി. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പിന്നെ നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പോലീസ് നിന്നെ വന്ന് തൂക്കിയെടുത്തോണ്ട് പോകും. എന്താ, ഞാനത് ചെയ്യണോ? നിന്റെ ഭാവി തകരണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനതിനൊന്നും മുതിരാതിരുന്നേ. പക്ഷെ ഇനി അങ്ങനെ എന്തേലും ചിന്തകളാണ് നിന്റെ മനസ്സിലുള്ളെങ്കിൽ എനിക്ക് ചെയ്യേണ്ട വരും അങ്ങനെയൊക്കെ. ഇനിയിപ്പം നീ എന്നെ വെല്ലുവിളിച്ചിട്ടും കാര്യമില്ല. കൂടിപ്പോയാൽ 1-2 ദിവസം, അതിനുള്ളിൽ തന്നെ ഞാൻ ഇവിടുന്ന് പോകും. അതും പറഞ്ഞ് അലീന അങ്ങോട്ട് ഇറങ്ങിപ്പോയി. രോഗത്തിന് അത് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. അതേസമയം രേവതിക്കുട്ടി മാമച്ചൻ്റെ അടുത്തേക്കുന്നു. മാമച്ചൻ്റെ എന്നിട്ടിച്ചു, അല്ല അങ്കിളെ, നമ്മൾ പുനലൂർക്ക് പോകുമ്പോഴേ ഏത് റൂട്ടാണ് പോകുന്നത്? അത് നാഷണൽ ഹൈവേ കൂടെ. അതല്ല അങ്കിളെ, പിന്നെയോ? അല്ല, നമ്മൾ കൊല്ലം കൂടിയാണോ പോകുന്നത്? കൊല്ലം കൂടിയോ? എന്തിനാ കൊല്ലം കൂടി പോണേ? അല്ല, കൊല്ലം കൂടി പോവായിരുന്നെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അല്ല, ചിന്നുമോളം കൂടെ കാണാമായിരുന്നു, അതുകൊണ്ടാ. അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. ഇപ്പോഴല്ലേ സംഗതി വെളിപ്പെടുന്നേ. അല്ല, ഈ പുനലൂർക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 150 കിലോമീറ്റർ കാണും. അപ്പോൾ കൊല്ലത്തിനും കൂടെ പോയല്ലോ, ഒരു 50 കിലോമീറ്ററും കൂടെ കൂടുതൽ പോകേണ്ട വരും. ആണോ? അങ്ങനെയാണെങ്കിൽ പോവാം അല്ലേ? പോവാന്നോ? അതെ, അങ്ങനെയാണെങ്കിൽ 50 കിലോമീറ്ററോടെ പോകാൻ പറ്റില്ലേ? ഓഹോ, അപ്പം എന്നെ കൊണ്ട് 50 കിലോമീറ്റർ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കാനാണ് നിൻ്റെ ഉദ്ദേശം? അതെ, അങ്കിൾ ചുമ്മാ ആയിരുന്നു അങ്ങോട്ട് സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാൽ മതിയെന്നേ, നമ്മളവിടെ എത്തൂന്നേ. ഓഹോ, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ താഴേക്ക് ഇറങ്ങി വാ, നിനക്കിട്ട് ഞാൻ തരാം. അതെന്ന് പറഞ്ഞ് മാമച്ചനും കൂടെ ഇറങ്ങിപ്പോയി. പിന്നാലെ രേവതിക്കുട്ടിയും ചെന്നു. അപ്പോഴേക്കും ഗ്രേസമ്മ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവർ ഷെറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായതാ. അങ്ങനെ അവർ 3 പേരും കൂടെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ജോസൂട്ടി ഇപ്പുണ്ട്. ജോസൂട്ടിയോട് മാമച്ചൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുക. ജോസൂട്ടി, വീട് നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അറിയാലോ. കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തോണം. അതൊക്കെ പിന്നെ സാറിനോട് പറയേണ്ട കാര്യമുണ്ടോ? ഞാനൊക്കെ ചെയ്തോളാം. ഗ്രേസം പറഞ്ഞു, അല്ല രേവതിക്കുട്ടി, എൻ്റെ മുഖത്ത് മേക്കപ്പ് കൂടുതലുണ്ടോ? ഇല്ല, എൻ്റെ മുഖത്തോ? അത് രേവതിക്കുട്ടിയുടെ മുഖത്തും മേക്കപ്പൊന്നുമില്ല. രേവതിക്കുട്ടി സുന്ദരിയല്ലേ, ഞങ്ങളുടെ സുന്ദരി കുട്ടിയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞു രേവതിക്കുട്ടിയെ കൊഞ്ചിക്കുക. ജോസൂട്ടി അതൊക്കെ നോക്കി നിൽക്കുക. എങ്ങനെ പിന്നീട് ജോസൂട്ടിയോട് രേവതിക്കുട്ടിയോട്, നിന്നാൽ ശരി, പോയിട്ട് വരാം. പട്ടിക്ക് കൃത്യസമയത്ത് തന്നെ തീറ്റ കൊടുക്കണേ. പിന്നെ ജോസൂട്ടിയുടെ ആഹാരം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, രണ്ടും കൂടെ മാറിപ്പോവാൻ സൂക്ഷിക്കണം. ജോസൂട്ടി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി രേവതിക്കുട്ടിയെ, നിനക്കുട്ടി ഞാൻ വെച്ചിട്ടുണ്ടേ എന്നുള്ള രീതിക്ക്. കാരണം രേവതിക്കുട്ടി വന്നതിന് ശേഷം ജോസൂട്ടി ഒരിടത്തും കൊണ്ടാറില്ല. രേവതിക്കുട്ടിയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന മൊത്തം മാമച്ചനായിരിക്കും. അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. ജോസൂട്ടി പറയും ചെയ്തു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡ്രൈവിങ് മറന്നു പോകും.
എന്നൊക്കെ മാമച്ചനോട് പരാതിയും പറഞ്ഞു. മാമച്ചൻ പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് പോകാം, ഇടയ്ക്ക് പോകാമെന്നൊക്കെ മാമച്ചൻ പറയുകയും ചെയ്തു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജോസൂട്ടി അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അലീന ആഹാരം എടുത്തു കൊടുത്തു. അലീനയെ അടുത്തിരുത്തിയാണ് ബാലേന്ദ്രൻ ആഹാരം കഴിക്കുന്നത്. ആഹാരം കഴിച്ച് കൈ കഴുകി അലീന പ്ലേറ്റൊക്കെ എടുത്ത് വെക്കണ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ എൻ്റെ മുറിയിൽ പെന്നൊക്കെ ഇട്ട് വെക്കുന്ന ആ ബോക്സിനകത്ത് ഒരു കത്രികയുണ്ട്, പെൻ ഹോൾഡറിനകത്ത്, അതിങ്ങെടുത്തോണ്ട് വരാൻ പറയാം. കത്രികയെന്ന് കേട്ടപ്പോൾ അലീനയൊന്ന് ഞെട്ടി. ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കി. ബാലേന്ദ്രൻ മൈൻഡ് ചെയ്തില്ല. അലീന മുറിയിലേക്ക് എന്ന് ആ പെൻ ഹോൾഡറിനകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കത്രിക. ആ കത്രിക കണ്ടതും അലീനയുടെ നെഞ്ചൊന്ന് പടഞ്ഞു. ദേ ഈ കത്രികയല്ലേ തൻ്റെ വയറ്റത്ത് കുത്തിക്കയറിയ കത്രിക. ഒന്നും മനസ്സിലായില്ല. അലീന വിറയ്ക്കുന്ന കൈകളോടെ ആ കത്രിക എടുത്തു. അതുമായിട്ട് നേരെ ബാലേന്ദ്രൻ്റെ മുന്നിലേക്ക് ബാലേന്ദ്രൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആ കത്രിക നീട്ടുവാണ്. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇത് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഞാനാ, പിന്നെ ഇടയ്ക്ക് എപ്പോഴോ രോഹിത് എടുത്തോണ്ട് പോയി, അവസാനം ഇത് എൻ്റെ കൈ തന്നെ വന്നു ചേരാനായിരുന്നു യോഗം. പക്ഷെ ഒരു വലിയ ദുരന്തത്തിലൂടെ അതെൻ്റെ കൈ വന്ന് ചേർന്നേന്ന് മാത്രം. അലീനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക, ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുക. ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ അലീന, നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല, എനിക്കറിയാം നിൻ്റെ മാനസികാവസ്ഥ ഇപ്പോഴെന്താന്ന്, നീ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ നീ എന്നോട് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? നിനക്ക് മനുവിനോട് പറയായിരുന്നു, പക്ഷെ നീ എന്നോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നേ? അത് പിന്നെ സാർ ഞാൻ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. അലീന പറഞ്ഞു, ഞാൻ എങ്ങനെയാ സാറിനോട് ഇത് പറയണേ? സാറൊരു അച്ഛനല്ലേ, മകനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനോട് പറയുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവും എനിക്കറിയാം. സാറിന് താങ്ങാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനോട് പറഞ്ഞേ. ഒരച്ഛനോട് പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? മകനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിലെ വേദന അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കേട്ടൻ ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാലും നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു. ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച സാറേ, പക്ഷേ ഞാൻ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ ബാലേന്ദ്രൻ്റെ സാറിനെ കാണുന്നേ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാതിരുന്നേ. അതുകൂടെ കേട്ടപ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. ബാലേന്ദ്രനെ അലീനെ അടിയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ. സോറി എന്തിനാ? ഞാൻ അല്ലേ സാറിനോട് സോറി പറയണ്ടേ? നീ എന്തിനാ സോറി പറയണേ? അല്ല സാറിനെ ഞാൻ വേദനിപ്പിച്ചേനെ. അതിന് അലീന എന്തിനാ എന്നെ വേദനിപ്പിച്ചേ? നീ എന്നെ വേദനിപ്പിച്ചില്ലോ, ഞങ്ങളെല്ലാവരും കൂടി അല്ലേ നിന്നെ വേദനിപ്പിച്ചേ, അതുകൊണ്ടാണ് സോറി പറയണേ. വിഷമിക്കൊന്നും വേണ്ട. അതും പറഞ്ഞ് അലീനയെ ചേർത്ത് പിടിച്ചു. ഒരച്ഛൻ്റെ സ്നേഹമാണ് ബാലേന്ദ്രൻ അലീനയ്ക്ക് കിട്ടുന്നത്. അലീനയ്ക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയം അലീനയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അലീന വിതുമ്പി കരയുന്നുണ്ട്. സാറിൻ്റെ മനസ്സിലെ വിഷമം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ബാലേന്ദ്രൻ പിന്നീട് മുറിയിലേക്ക് കുറേ സമയം മുറിയിൽ നിന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുക. മുത്തശ്ശി മാസികയൊക്കെ വായിച്ച് കിടക്കുക. എന്താ ബാലേന്ദ്രൻ ഈ സമയത്ത്? അല്ല അമ്മയുടെ ഫോൺ എന്തിയേ? ഇവിടെയുണ്ട്, അതിങ്ങൾ തരാൻ പറയണം. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ വാങ്ങി. അതെ, ഇതിനകത്തൊക്കെ ഞാൻ കുറേ ക്ലിയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വൈറസ് കയറും. ഫോണിനകത്തും വൈറസ് ഉണ്ടോ? അതൊക്കെ ഉണ്ടമ്മേ, ഫോണിനകത്തും വൈറസ് കയറും, ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യണം. അല്ല അമ്മ ഇതിനകത്ത് കളിയൊക്കെ പഠിച്ചോ? എൻ്റെ ബാലേന്ദ്ര, അതിലേക്ക് തൊട്ടാൽ നമ്മൾ പിടിച്ചെടുത്തൊന്നും കാര്യം നിൽക്കില്ല. നമ്മൾ എവിടെയെങ്കിലും തൊട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അത് എതിരോടെയെങ്കിലൊക്കെ പോകും. എനിക്ക് പേടിയാ. കഴിഞ്ഞ ദിവസം മനു ഒന്ന് വിളിച്ചു, എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ എവിടെയൊക്കെയോ തട്ടി, പിന്നെ എന്തൊക്കെയോ ഒച്ചപ്പാടും വേണം. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. അല്ല അമ്മയ്ക്ക് ഇത് അലീനയോട് ചോദിച്ച് മനസ്സിലാക്കി എന്താ? അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, പിന്നെ കൃഷ്ണമോൾ വന്നു കഴിയുമ്പം അവളും പറഞ്ഞു തരും. എന്നാലും എനിക്ക് ഈ കുന്ത്രാണ്ടം അങ്ങോട്ട് ഉപയോഗിക്കാൻ അറിയില്ലെന്നേ, എൻ്റെ കയ്യിൽ ഇത് നിൽക്കില്ല. എനിക്ക് എവിടെയെങ്കിലും ഞെക്കാൻ പേടിയാ. ഞെക്കി കഴിയുമ്പോഴത്തേനും എവിടെയൊക്കെ പോകണമെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഞാൻ പിന്നെ അത്യാവശ്യം കോൾ വന്നാൽ മാത്രം എടുക്കത്തുള്ളൂ. ബാലേന്ദ്രൻ പറഞ്ഞു, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാലേന്ദ്രന് അലീനെ ആരെയൊക്കെ വിളിക്കുന്നത് ആ കോൾ ഹിസ്റ്ററി അതൊക്കെ നോക്കിയിട്ട് അതിനകത്തുള്ള കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് ബാലേന്ദ്രൻ സെൻഡ് ചെയ്തു. ഇന്നമ്മേ ഫോണ് എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മുറിയിൽ നിന്നിറങ്ങി സ്വന്തം മുറിയിലേക്ക് വന്നു. അതിനുശേഷം അലീനെ ആരെയൊക്കെ വിളിച്ചത് നോക്കി. രേവതിക്കുട്ടി വിളിച്ചത് കണ്ടു. രേവതിക്കുട്ടിയുടെ വിളിച്ച ആ കോൾ റെക്കോർഡിംഗ് എടുക്കുവാണ്. അപ്പോഴേക്കും അലീന പറയുന്നു, ഞാൻ മടുത്ത് രേവതിക്കുട്ടി, എന്നെക്കൊണ്ട് പറ്റില്ല. ഞാനിവിടുന്ന് എവിടേക്കെങ്കിലും പോകാം. മനുവേട്ടനോട് ജോലി തരപ്പെടുത്തരാമെന്ന് പറഞ്ഞു. ഇനി ഞാനിവിടെ നിൽക്കില്ല. ഞാൻ എൻ്റെ അമ്മയും കൂടപ്പുറപ്പുകളാണല്ലോ എന്ന് ഓർത്താ ഇത്ര സഹിച്ച് ക്ഷമിച്ച് നിന്ന്. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല രേവതിക്കുട്ടി. അത് കേട്ടതും ബാലേന്ദ്രൻ നെഞ്ചു പൊട്ടി. ബാലേന്ദ്രന് വല്ലാത്തൊരു മാനസികാവസ്ഥയായി. ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല. ബാലേന്ദ്രന് വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട്
വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.